അവതാരം ഇതിനകത്ത് കയറി നിൽക്കുവാണ്. പഴയതുപോലെ ഇവളോട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്താ? ഞാനൊരു ചായ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ. ആർക്കാ ചായ? കാർത്തിയേട്ടന്. ഇത് തന്നെയാ പറ്റിയ അവസരം. നീ പോയി ആ കുഞ്ഞിനെ എടുക്ക, ചായ ഞാൻ ഉണ്ടാക്കാം. കുഞ്ഞിനെയോ? ഞാനോ? ആ ഞാനെടുക്കാം. എന്തായാലും അവൻ എന്റെ ഭർത്താവായതിനു ശേഷമല്ലേ ഇവളുടെ ഭർത്താവായത്. നല്ല ചായ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഉപ്പ്, ഇത് പഞ്ചസാര. എനിക്ക് കാർത്തിയോട് സ്നേഹം അല്പം കൂടുതലായതുകൊണ്ട് പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ട് കൊടുക്കാം. അതാ നല്ലത്. ഉപ്പിലും ഉണ്ട് ഒരു ദിവ്യപ്രേമം. മീനാക്ഷി, ഈ ചായ മൈഥിലി ഉണ്ടാക്കിയതാണല്ലേ? അതെ. എന്താ കാർത്തിയേട്ടാ? ഏയ് ഒന്നുമില്ല. എന്തായാലും കൊണ്ടുവന്ന് തന്നത് എന്റെ മീനാക്ഷിയല്ലേ. എന്റെ മീനാക്ഷി തരുന്ന എന്തും എനിക്ക് അമൃത. നിക്ക് ആ ചായ ഇങ്ങ് തന്നെ. എന്തിനാ? ഇങ്ങ് തരാൻ. താ. അവൾ ഇതിനകത്ത് ഉപ്പിട്ട് കലക്കി. ചോദിച്ചിട്ട് തന്നെ കാര്യം. ഏയ് മീനാക്ഷി, വേണ്ട. വേണം. ഇന്ദ്രജിക്ക് സങ്കടത്തിന്റെ നാളുകളില്ല മിസ്റ്റർ ആനന്ദഗോപൻ. സന്തോഷത്തിന്റെ നാളുകളേ ഉള്ളൂ. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്രോഗ്രാം? എല്ലാം മാഡം പറയുന്നത് പോലെ. ഇപ്പോ രാജ്ഞി ഇന്ദ്രജ, ഞാൻ വെറും പ്രജ. രാജ്ഞി പറയുന്നു, ഈ പ്രജ അനുസരിക്കുന്നു. നിങ്ങളൊരു കഴുകനാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കഴുകന്മാരുടെ ആകാശത്തിന് താഴെ വരും ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ. യെസ്, ദാറ്റ് ഈസ് ട്രൂത്ത്. അതിരിക്കട്ടെ, ചെമ്പകമംഗലത്തിനുള്ള അടുത്ത പണി എന്തുവായി? റെഡി. ഇന്ദ്രയിച്ച് അയച്ചത് ആ ഉടവാളിന്റെ ഫോട്ടോ ആയിരുന്നു. ഇന്ദ്രേശി, നീ ആ വാള് കണ്ടോ? കണ്ടു. അതാണ് ചെമ്പകമംഗലത്തിരിക്കുന്ന ഒറിജിനൽ ഉടവാൾ. ഇന്ദ്രേശി, കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. കണ്ണ് തള്ളുവാണെങ്കിലേ നീ എത്രയും പെട്ടെന്ന് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണു. നിനക്കേ മാരകമായിട്ടുള്ള കണ്ണ് രോഗം കാണും. തമാശ കളയച്ചി. അതെ, നീ എത്രയും പെട്ടെന്ന് ആ വാളിന്റെ മാതൃകയിൽ മുക്ക് പൂശിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉടവാൾ ഉണ്ടാക്കണം.
അതായിരിക്കണം ഇനി ചെമ്പകമംഗലത്തെ അറയിൽ ഇരിക്കേണ്ടത്. അത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമല്ലോ. എടുക്കണമെങ്കിലും വെക്കണമെങ്കിലും ഒക്കെ ചെമ്പകമംഗലത്തെ അറയുടെ താക്കോല് വേണ്ടേ? അതെങ്ങനെ കണ്ടെത്തും? ആ, അത് കണ്ടെത്താനാണല്ലോ നിന്റെ ഭാര്യയെ നമ്മൾ അവിടെ പോസ് ചെയ്തിരിക്കുന്നത്. ചെമ്പകമംഗലത്തെ സ്വൈര്യം കെടുത്തുകയും വേണം, ആ വാൾ അവിടെ നിന്ന് എടുക്കുകയും ചെയ്യണം. അതാണ് നിന്റെയും മൈഥിലിയുടെയും ജോലി. അത് ചെയ്യുന്നതിനാണ് കോടിക്കണക്കിന് രൂപയുടെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്താ മിണ്ടാതെ നിൽക്കുന്നേ? അച്ഛനൊരു ആപത്തിപ്പെട്ട അമ്മ സഹായിക്കില്ലേ? കാർത്തി ഒരു കുഴപ്പത്തിൽപ്പെട്ട ഇവള് സഹായിക്കില്ലേ? ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമായി. നീ സ്നേഹസമ്പന്നയായ ഒരു ഭാര്യ തന്നെ. കളിയാക്കൊന്നും വേണ്ട. കളിയാക്കൽ ഇത്തിരി കൂടുതലാണല്ലോ അമ്മയ്ക്കും അച്ഛനും. ഞാൻ തീ പിടിച്ച മനസ്സുമായിട്ട് ഒരു കാര്യം പറയാൻ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വന്നപ്പോ എന്റെ മനോനില മനസ്സിലാക്കാതെ എല്ലാവരുടെ മുമ്പിൽ വെച്ചൊരു കളിയാക്കല്. സന്ദർഭവും സാഹചര്യവും നോക്കി വേണം ഇത്തര കാര്യങ്ങൾ ചോദിക്കേണ്ടത്. അക്കാര്യം നീ മറന്നുപോയി. മറന്നത് നിങ്ങളൊക്കെയാ, ഈ എന്നെ. പല അനുഭവങ്ങൾ കിട്ടിയിട്ടും ഞാനൊന്നും പഠിച്ചില്ല. എന്നെ വേണം പറയാൻ.